നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. വൃശ്ചികം രാശിക്കാർക്ക് അടുത്ത കാലത്ത് രണ്ട് തരം ജീവിതം വരാൻ പോകുന്നു. ഒരു മുഖം നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും, മറ്റൊരു മുഖം നിങ്ങളെ പരീക്ഷിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ടാകും. എന്താണ് ഈ രഹസ്യം എന്ന് അറിയാൻ നിങ്ങൾക്ക് കൗതുകം തോന്നും. അതുകൊണ്ട് ഈ വീഡിയോ 1 മുതൽ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ മാറ്റവും ഓരോ അത്ഭുതവും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തിരിവുകൾ കൊണ്ടുവരാൻ പോകുന്നു. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറും. ഈ സമയം വളരെ പ്രത്യേകമാണ്. 150 വർഷത്തിനു ശേഷം വരുന്ന ഒരു ഗ്രഹസംയോഗമാണ് ഇത്. ഇത്രയും ശക്തമായ ഒരു ജ്യോതിഷ സമയം വൃശ്ചികം രാശിക്കാർക്ക് മുമ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇപ്പോൾ ആകാശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഗുരു ഭഗവാൻ നിങ്ങളുടെ രാശിയുടെ പ്രത്യേക സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്താൻ പോകുന്നു. എന്നാൽ അതേസമയം ശനി ദേവൻ കൂടി ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ 2 തരം ശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു ശക്തി നിങ്ങളെ മുകളിലേക്ക് ഉയർത്തും, മറ്റൊരു ശക്തി നിങ്ങളെ പരീക്ഷിക്കും. ഇതാണ് ആ 2 മുഖങ്ങൾ. രാഹുകേതു സ്ഥാനം മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകൾ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ ശക്തമായി നിൽക്കണം. ഗ്രഹദശകൾ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പരീക്ഷണത്തിനു ശേഷം വരുന്ന വിജയം വളരെ വലുതാണ്. ഗ്രഹസഞ്ചാരം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൾ വരും. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ കഴിവുകൾ മുകളിലുള്ളവർ ശ്രദ്ധിക്കുന്ന സമയമാണിത്. നിങ്ങൾ നിങ്ങളുടെ മേലധികാരികളോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരെ ബഹുമാനിക്കുക. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ വലിയ കുതിപ്പുണ്ടാകും. ബിസിനസ് നടത്തുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. പുതിയ കരാറുകൾ വന്നുചേരും. നിങ്ങൾ വളരെക്കാലമായി ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു ബിസിനസ് ആശയം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ പങ്കാളികൾ നിങ്ങളെ പിന്തുണക്കും. പുതിയ ഉപഭോക്താക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ചിലർക്ക് വിദേശത്തു നിന്ന് ബിസിനസ് ഓഫറുകൾ വരാം. ഇത് നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കും. ചിലർക്ക് സർക്കാർ മേഖലയിൽ നിന്നും പുതിയ പദ്ധതികൾ ലഭിക്കും. ഇത് നിങ്ങളുടെ ബിസിനസിനെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പുതിയ കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകി വരാൻ പോകുന്നു. പണമില്ലാതെ വിഷമിച്ചു കൊണ്ടിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയം ആശ്വാസം നൽകും. പഴയ കടം തിരിച്ചു കിട്ടും. നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പണം തിരികെ വരും. നിങ്ങൾ കാത്തിരുന്ന പേയ്മെന്റുകൾ എത്തിച്ചേരും. ചിലർക്ക് പെട്ടെന്ന് വലിയ തുക കിട്ടാനുള്ള യോഗം ഉണ്ട്. പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വില കിട്ടും. നിക്ഷേപം നടത്തിയവർക്ക് നല്ല ലാഭം വരും. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം ഉള്ളവർക്ക് അനുകൂല സമയമാണിത്. നിങ്ങളുടെ മൂല്യം കൂടും. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ എളുപ്പത്തിൽ ലഭിക്കും. ബാങ്ക് നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ സ്വപ്നവാഹനം നിങ്ങളുടെ വീട്ടിലെത്തും. പഴയ കടബാധ്യതകൾ ഒരു തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട്. പണപ്രശ്നങ്ങളാൽ വിഷമിച്ച കാലം മാറിപ്പോകുന്നു. സമ്പത്തിന്റെ ലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ വരാൻ തയ്യാറെടുക്കുന്നു. നിങ്ങൾ പണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിയോടെ തീരുമാനമെടുക്കുക. അമിതമായി ചെലവഴിക്കരുത്. ലാഭത്തിന്റെ ഒരു ഭാഗം സേവിംഗ് ആയി വയ്ക്കുക. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. വൃശ്ചികം രാശിക്കാർക്ക് അടുത്ത 15 ദിവസങ്ങളിൽ പ്രണയത്തിന്റെ മേഖലയിൽ വലിയ സന്തോഷം വരും. അവിവാഹിതരായ യുവാക്കൾക്ക് പ്രണയബന്ധം തുടങ്ങാൻ നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കും. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം നിറയ്ക്കും. പ്രണയത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട വൃശ്ചികക്കാർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറിപ്പോകും. സ്നേഹം വീണ്ടും തളിർക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗം നല്ല നിർദ്ദേശം വരും. മാതാപിതാക്കൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന് സമ്മതം നൽകും. വിവാഹത്തിന് അനുകൂല സമയമാണിത്. വിവാഹിതരായ വൃശ്ചികക്കാർക്ക് ദമ്പതി ജീവിതത്തിൽ സന്തോഷം കൂടും. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ വളരെയധികം സ്നേഹിക്കും. നിങ്ങൾ തമ്മിൽ അടുപ്പം കൂടും. കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. സന്താനം ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞിന്റെ ചിരി മുഴങ്ങാൻ ദൈവം തയ്യാറെടുക്കുന്നു. ഇത് വളരെ വലിയ സന്തോഷമാണ്. പ്രണയത്തിൽ നിരാശയായിരുന്നവർക്ക് പുതിയ പ്രതീക്ഷ ജനിക്കും. ജീവിതത്തിൽ വീണ്ടും സന്തോഷം തിരികെ വരും. കുടുംബത്തെക്കുറിച്ച് നോക്കാം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വളരെ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കും. വീട്ടിൽ എന്തെങ്കിലും ശുഭകാര്യം നടക്കാൻ പോകുന്നു. വിവാഹം, ജനനം അല്ലെങ്കിൽ മറ്റു മംഗളകാര്യങ്ങൾ വരാം.
നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കും. അവർ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് നിങ്ങൾക്ക് വലിയ ശക്തി നൽകും. സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തമാകും. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കും. അവർ നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളാകും. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല വിജയം കിട്ടും. അവർ പരീക്ഷകളിൽ നല്ല മാർക്ക് എടുക്കും. ഇത് നിങ്ങളെ അഭിമാനിപ്പിക്കും. കുടുംബത്തിൽ പണ്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകും. വീട്ടിൽ സമാധാനം വർദ്ധിക്കും. നിങ്ങളുടെ കുടുംബം ഒരു യൂണിറ്റ് ആയി പ്രവർത്തിക്കും. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ കൂടും. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സ്ഥലം കിട്ടും. വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പണം കിട്ടും. കുടുംബം എന്നത് നിങ്ങളുടെ ശക്തിയാണ്. അവരെ സ്നേഹിക്കുക. അവരുമായി സമയം ചെലവഴിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. വൃശ്ചികം രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. പക്ഷേ അത് വളരെ വലുതല്ല. ശരീരത്തിന് വിശ്രമം നൽകുക. നല്ല ഭക്ഷണം കഴിക്കുക. വെള്ളം കൂടുതൽ കുടിക്കുക. വ്യായാമം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നല്ല നിലയിൽ ഉണ്ടാകും. പഴയ രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറെ സന്ദർശിക്കുക. മരുന്ന് സമയത്ത് കഴിക്കുക. അപ്പോൾ രോഗം നിയന്ത്രണത്തിൽ ആകും. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ധ്യാനം ചെയ്യുക. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക. സംഗീതം കേൾക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക. അതല്ലാത്തവർ തുടർന്നും ആരോഗ്യപരമായി ജീവിക്കുക. അമിതമായ ജോലി ഭാരം ഒഴിവാക്കുക. നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുക. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. കണ്ണിന് അല്പം പ്രശ്നം വരാം. കണ്ണ് ഡോക്ടറെ കാണുക. കണ്ണടിക്കുള്ള പവർ മാറ്റേണ്ടി വരാം. ദഹനപ്രശ്നങ്ങൾ ഉള്ളവർ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. രാത്രി വൈകി കഴിക്കരുത്. കൃത്യസമയത്ത് ഉറങ്ങുക. 6 മണിക്കൂറിൽ കുറയാതെ ഉറക്കം വേണം. നിങ്ങളുടെ ശക്തി വർദ്ധിക്കും. പുതിയ ഊർജം നിറയും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം. വിദ്യാർത്ഥികളായ വൃശ്ചികക്കാർക്ക് അടുത്ത 30 ദിവസങ്ങളിൽ വളരെ നല്ല സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കൂടും. നിങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ മനസ്സിലാകും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല സമയമാണിത്. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അധ്വാനം തുടരുക. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. കോളേജ് പ്രവേശനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല കോളേജ് കിട്ടും. നിങ്ങളുടെ സ്വപ്ന കോഴ്സ് പഠിക്കാൻ അവസരം ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സ്കോളർഷിപ്പ് കിട്ടാനുള്ള യോഗം ഉണ്ട്. ഗവേഷണം നടത്തുന്നവർക്ക് നല്ല ഫലങ്ങൾ കിട്ടും. നിങ്ങളുടെ പ്രോജക്റ്റുകൾ അംഗീകരിക്കപ്പെടും. അധ്യാപകർ നിങ്ങളെ പ്രശംസിക്കും. സഹപാഠികളുമായി നല്ല ബന്ധം വളരും. കൂട്ടായ പഠനം നിങ്ങൾക്ക് സഹായകമാകും. പുസ്തകങ്ങൾ വായിക്കുക. അറിവ് നേടുക. ഇത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്. വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നല്ല പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്താം. പുതിയ സ്കിൽസ് പഠിക്കുക. ഭാഷകൾ പഠിക്കുക. സാങ്കേതിക വിദ്യ പഠിക്കുക. ഇത് നിങ്ങളുടെ കരിയറിന് വളരെ ഉപകാരപ്പെടും. ഇനി 3 വലിയ സംഭവങ്ങളെക്കുറിച്ച് പറയാം. അടുത്ത 15 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ 3 വലിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഒന്നാമത്തെ സംഭവം ഇതാണ്. നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു വലിയ അവസരം വരും. ഇത് നിങ്ങളുടെ കരിയറിനെയോ ബിസിനസ്സിനെയോ സംബന്ധിച്ചതാവും. നിങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വരും. ഇത് വളരെ പെട്ടെന്ന് വരും. നിങ്ങൾ ആ അവസരം പിടിച്ചെടുക്കുക. ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും. ഇത് 100% നടക്കും. രണ്ടാമത്തെ സംഭവം ഇതാണ്. നിങ്ങളുമായി ഒരു പ്രത്യേക വ്യക്തി വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയോ ബിസിനസ് പങ്കാളിയോ അല്ലെങ്കിൽ ഒരു മെന്ററോ ആകാം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തും. അവർ നിങ്ങളെ നയിക്കും. നിങ്ങൾക്ക് ശരിയായ ദിശ കാണിച്ചുതരും. അവരെ വിശ്വസിക്കുക. അവരുടെ ഉപദേശം സ്വീകരിക്കുക. അത് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കും. മൂന്നാമത്തെ സംഭവം വളരെ ശക്തമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ സമ്പത്ത് കിട്ടാനുള്ള യോഗം ഉണ്ട്. ഒരുപക്ഷേ ലോട്ടറി, അനുകൂല സാഹചര്യങ്ങൾ, വിജയകരമായ നിക്ഷേപം അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത്. എന്തുതന്നെയായാലും അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പൂർണ്ണമായി മാറ്റും. ഈ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കും. ഈ 3 സംഭവങ്ങളും വളരെ ശക്തമാണ്. അവയെ തയ്യാറായി നേരിടുക. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ അനുകൂല സമയത്ത് നിങ്ങൾ ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ ശക്തമാകും. എല്ലാ ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുക. ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളെ അകറ്റും. കൂടാതെ ശിവക്ഷേത്രത്തിൽ പോകുക. ശിവലിംഗത്തിന് വെള്ളം ഒഴിക്കുക. ബില്വപത്രം അർപ്പിക്കുക. ധ്രുവ ആവർത്തനം ചെയ്യുക. ശുക്രവാരം ദുർഗാദേവിയെ ആരാധിക്കുക. അവൾക്ക് പൂക്കൾ അർപ്പിക്കുക. ദുർഗാസ്തുതി ചൊല്ലുക. അമ്മ നിങ്ങളെ സംരക്ഷിക്കും. വ്യാഴാഴ്ച ഗുരുവിനെ ആരാധിക്കുക. ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുക.
വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഇത് ജ്ഞാനവും സമ്പത്തും നൽകും. ദാനധർമ്മങ്ങൾ ചെയ്യുക. ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. പാവങ്ങൾക്ക് വസ്ത്രം നൽകുക. രോഗികളെ സഹായിക്കുക. അനാഥകളെ സഹായിക്കുക. ഇത് നിങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കും. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക. പക്ഷികൾക്ക് ധാന്യം വയ്ക്കുക. പശുക്കൾക്ക് പുല്ല് നൽകുക. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് ദൈവത്തെ സന്തോഷിപ്പിക്കും. വീട്ടിൽ ദീപം കത്തിക്കുക. സന്ധ്യാകാലത്ത് ദീപം കത്തിക്കുക. ഇത് നെഗറ്റീവ് എനർജിയെ നീക്കും. പോസിറ്റീവ് എനർജി വരും. ഇത് വളരെ പ്രധാനമാണ്. തുളസി ചെടി വളർത്തുക. ദിവസവും വെള്ളം ഒഴിക്കുക. തുളസി ദേവതയെ ആരാധിക്കുക. കൂടാതെ ഗായത്രി മന്ത്രം ജപിക്കുക. ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തും. എല്ലാ ദിവസവും രാവിലെ സൂര്യനെ നമസ്കരിക്കുക. സൂര്യന് അർഘ്യം നൽകുക. ഇത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയട്ടെ. വൃശ്ചികം രാശിക്കാരെ, നിങ്ങൾ വളരെ ശക്തരാണ്. നിങ്ങൾക്ക് ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് വളരെ ദൃഢമാണ്. നിങ്ങൾ ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അത് നേടുന്നതുവരെ നിങ്ങൾ നിൽക്കും. ഈ ഗുണമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അടുത്ത കാലഘട്ടം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ സമയം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക. നിങ്ങൾ പണ്ട് സ്വപ്നം കണ്ട എല്ലാം യാഥാർത്ഥ്യമാക്കുക. ഈ അവസരം വീണ്ടും വരില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും ഉപയോഗിക്കുക. കഠിനാധ്വാനം ചെയ്യുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ഭയപ്പെടേണ്ട. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ പൂർവികർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പ്രശ്നങ്ങൾ വന്നാൽ അതിനെ അവസരമായി കാണുക. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ട്. ആ പരിഹാരം കണ്ടെത്തുക. ബുദ്ധി ഉപയോഗിക്കുക. ക്ഷമ കാത്തു സൂക്ഷിക്കുക. വിജയം ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ധർമ്മം പാലിക്കുക. സത്യം പറയുക. സത്യസന്ധത പുലർത്തുക. ഇത് നിങ്ങളെ എല്ലായ്പ്പോഴും സംരക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തുവരുന്ന മാറ്റങ്ങൾ വളരെ വലിയതാണ്. 2 മുഖങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ശക്തരാണ്. ആ 2 മുഖങ്ങളെയും നിങ്ങൾക്ക് നേരിടാൻ കഴിയും. ഒരു മുഖം നിങ്ങളെ പരീക്ഷിക്കും, മറ്റേത് നിങ്ങളെ അനുഗ്രഹിക്കും. ആ പരീക്ഷണത്തിൽ തോൽക്കരുത്. അനുഗ്രഹത്തെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ. സമൃദ്ധി വരട്ടെ. ആരോഗ്യം ഉണ്ടാകട്ടെ. കുടുംബത്തിൽ സമാധാനം വളരട്ടെ. പ്രണയം തളിർക്കട്ടെ. കരിയറിൽ വിജയം കൈവരിക്കട്ടെ. സമ്പത്ത് വർദ്ധിക്കട്ടെ. ആത്മീയത ശക്തമാകട്ടെ. എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. നിങ്ങൾ വിജയത്തിന്റെ ഉച്ചിയിലെത്തട്ടെ. ഇതാണ് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലെ വൃശ്ചികം രാശിക്കാർക്ക് ഈ സന്ദേശം എത്തിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റ് രാശികളുടെ പ്രവചനങ്ങൾ കൊണ്ടുവരാം. അതുവരെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക്. നന്ദി. ഓം നമഃ ശിവായ.